പ്രസിഡന്റിന്റെ വാക്കും കീറ ചാക്കും ഒരുപോലെയാണ്. CH പണ്ട് പറഞ്ഞതുപോലെ ബഹറിൽ മുസല്ല ഇട്ട് നിസ്കരിച്ചാലും RSSനെ നമ്പൂല എന്ന് പറഞ്ഞില്ലേ, ഇന്നതുപോലെയാണ്. ശരീരഭാഷ നോക്കൂ നിങ്ങൾ. ആ മീഡിയകളെ അഭിമുഖീകരിക്കുന്ന സമയത്തുള്ള ശരീരഭാഷ മാത്രം നോക്കിയാൽ മതി. പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടോ ഇല്ലയോ എന്ന് ബോധ്യപ്പെടും. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി എന്തിന് ഷജറ വിഭാഗത്തോട് ഐക്യപ്പെടണമെന്ന് എനിക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ഈ വിഭാഗം ശക്തി പ്രാപിച്ചതിന് ശേഷം, പരസ്യ പ്രസ്താവന നടത്തിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ പാർട്ടിക്ക് വോട്ട് കൂടിയിരിക്കുകയാണ്, ഭൂരിപക്ഷം കൂടിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അടിത്തറ മുസ്ലിം ലീഗിൻ്റെത് ഭദ്രമാണ്. സാധാരണ കൗമ് പാണക്കാട് കുടുംബത്തോടൊപ്പം സുശക്തമായി നിലകൊള്ളുന്നു എന്നാണ് അർത്ഥം. പിന്നെ എന്തിനാ ആരെ പേടിക്കുന്നത്? അപ്പുറത്തുള്ള ആളുകൾ ആരാ? വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രം നടത്തുന്ന ആദർശ സമ്മേളനങ്ങളിൽ നിന്ന് സ്ഥിരമായി പറയുന്ന ആളുകളും സ്ഥിരമായി കേൾക്കുന്ന ഒരു വിഭാഗം എന്നതിനപ്പുറം ഒരോളവും സൃഷ്ടിക്കാൻ അവർക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് ഇവരെ ഭയപ്പെടേണ്ടത്? ഇവർക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്. അത് സാമ്പത്തിക സമാഹരണം മാത്രമാണ്. ഈ ഓരോരുത്തരും സമസ്തയുടെ സ്ഥാനങ്ങളിൽ വന്നതിന് ശേഷം സാമ്പത്തികമായി അവർക്കുണ്ടായ അഭിവൃദ്ധി മാത്രം പരിശോധിച്ച് നോക്കിയാൽ അവരെത്രത്തോളം കളങ്കിതരാണ് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കുപ്പായം തുന്നി നടക്കുന്ന പല ആളുകൾക്കുമാണ് ഇതിൽ ബേജാറ്. അവരും യഥാർത്ഥത്തിൽ ബേജാറാവേണ്ടതില്ല. ഈ മരക്കുറ്റികളുടെ ഗീബൽസ് എന്നറിയപ്പെടുന്ന കരുളായിക്കാരൻ്റെ നാട്ടിൽ ഇക്കഴിഞ്ഞ ആഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കായി 4 ഇരട്ടി വോട്ട് ഭൂരിപക്ഷം കൂടിയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ പോരെ? പാലക്കാട് ഭൂരിപക്ഷം കൂടിയില്ലേ? AP ഉണ്ണികൃഷ്ണൻ മരിച്ചിടത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 4 ഇരട്ടി ഭൂരിപക്ഷം കൂടിയില്ലേ? എല്ലായിടത്തും കൂടിയിട്ടുണ്ട്. അതായത് ഈ വിഭാഗങ്ങൾ കാപട്യത്തിൻ്റെ വക്താക്കളാണെന്ന് ബഹുജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഐക്യമാകാം, അത് മാന്തൽപ്പാടാകാൻ പാടില്ല. ഐക്യമാകാമെന്ന് പറഞ്ഞ എന്താ അർത്ഥമാണ്? ഇപ്പോൾ ഒരു വിഭാഗം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സത്വര നടപടി. അപ്പുറത്തെ ചേരിയാണെങ്കിലോ ഈ പ്രസിഡന്റ് എങ്ങനെ അനങ്ങാൻ പറഞ്ഞാലേ സ്വീകരിക്കൽ? കാരണം വിധേയത്വമുണ്ട്. അപ്പുറം നിൽക്കുന്ന ആളുകൾക്കെതിരെ നടപടിക്ക് ഓങ്ങിക്കഴിഞ്ഞാൽ ഈ സ്ഥാനത്തിരിക്കാൻ ആ ടീം അനുവദിക്കുന്നില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് മാന്തൽപ്പാട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. റമദാനായിട്ടും പറയാതിരിക്കാൻ പറ്റുന്നില്ല. സത്യം പോലെ നടക്കണ്ടേ? അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടൊരു കോംപ്രമൈസ്, ഒരു മസ്ലഹത്ത് എന്താ? ഒരു സൈഡാകല, അല്ലെങ്കിൽ ഒരു വിഭാഗം പറയുന്നത് മാത്രം കേൾക്കല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അങ്ങനെ ആത്മാർത്ഥമായി സമുദായത്തിനകത്ത് ഒരു ഇസ്ലാഹ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ടീമായിരുന്നുവെങ്കിൽ നേരത്തെ സമയം കിട്ടുമായിരുന്നല്ലോ, ധാരാളം അവസരങ്ങൾ കിട്ടിയിരുന്നല്ലോ. നേരത്തെ മസ്ലഹത്തിന് വിളിച്ച ഒരു വിഭാഗം ബഹിഷ്കരിച്ചല്ലോ. അവർക്കെന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇതിന് മുമ്പേ ചർച്ച നടക്കേണ്ടതായിരുന്നല്ലോ. റമദാൻ കാത്ത് നിൽക്കൊന്നും വേണ്ടിയിരുന്നില്ലല്ലോ. ആ വരാത്ത ആളുകളെ ന്യായീകരിക്കുന്ന പണിയല്ലേ എടുത്തത്? ഇത്തരം ആളുകൾക്ക് യാതൊരുവിധ സംഘടനാ രംഗത്ത് പാരമ്പര്യമില്ലാത്ത, അല്ലെങ്കിൽ സമുദായത്തോട് പ്രതിബദ്ധതയില്ലാത്ത, സമൂഹത്തോട് കടപ്പാടില്ലാത്ത, അനർഹമായി ലഭിച്ച ചില സ്ഥാനങ്ങളിരുന്നു കൊണ്ട് നടത്തുന്ന ഒന്നിനോടും യോജിക്കാൻ പ്രയാസമാണ്.